ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗോവോന്റെ ഒരു ബ്ലൂടൂത്ത് സൗണ്ട് ബാർ ആണ്. നമ്മുടെ ഗോവോ ഗോ സറൗണ്ട് 300 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന് ഓൾമോസ്റ്റ് 1500 രൂപയുടെ താഴെ നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. 25 വാട്ടിന്റെ ഒരു ബ്ലൂടൂത്ത് സൗണ്ട് ബാർ ആണ്. ഞാൻ ആക്ച്വലി നമ്മുടെ എന്താ പറയുക മോണിറ്ററിന് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. പക്ഷേ വലിയ പെർഫോമൻസും സംഭവം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഷോർട്ട് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു 1500 രൂപയുടെ താഴെ നിങ്ങളൊരു നല്ലൊരു സൗണ്ട് ബാർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ഗോവോ. മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് ഇവരുടെ ഈ ലൈറ്റാണ്. ഞാൻ ഓണിന്ന് കാണിക്കാം. അത്യാവശ്യം നല്ല ബാക്കപ്പും കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് 8 മണിക്കൂറൊക്കെ നമുക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. കണ്ടു, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്കിവിടെ ബട്ടൺസ് ഉണ്ട് ലൈറ്റ് മാറ്റാനുള്ളതൊക്കെ. അത് സിംഗിൾ കളറും സംഭവമൊക്കെ ആക്കാനുള്ള ലൈറ്റുകളും സംഭവമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മോഡ് മാറ്റാനുള്ളതുണ്ട്, FM സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റി കൂട്ടാനും, സൗണ്ട് ക്വാളിറ്റി അല്ല സൗണ്ട് വോളിയം കൂട്ടാനും സംഭവമൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാണിച്ചു തരാം, സൗണ്ടിൻ്റെ വോളിയം കാണിച്ചു തരാം. പക്ഷേ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ തന്നെ പ്ലേ ചെയ്യാണ്ട് നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല. അല്ലെങ്കിൽ എന്താ പറയുക കോപ്പിറൈറ്റ് മ്യൂസിക് എല്ലാത്തിനും ഇവിടെ പരസ്യം വരും, അതാണ് വേറെ പ്രശ്നം. കണക്ട് ആയിട്ടില്ല, ഒരു മിനിറ്റ്. ഞാൻ അതിൽ നമ്മൾ മൾട്ടിപ്പിൾ ഞാനിടയ്ക്ക് മാക്സ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ അതിൽ കണക്ട് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഐഫോണിലേക്ക് കണക്ട് ആയിട്ടില്ല. ഞാനിപ്പോൾ ഇത് മാനുവലായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മളിൽ കുറേ ഇതിപ്പോൾ കണ്ടായി നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്ന അറിയേണ്ടായിരിക്കും. ഇനി വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ പരസ്യം വരും. നമ്മളിപ്പോൾ ഏത് വീഡിയോ എടുക്കുമ്പോഴും പരസ്യം വരുമല്ലോ. അപ്പോൾ അത് പരസ്യം ഒന്ന് കഴിയണം, അല്ലെങ്കിൽ നമുക്ക് പരസ്യമാണ് ആദ്യം തന്നെ വരിക. അതപ്പോൾ NCS ഓൺ ആയിട്ടുണ്ട്. എന്താ NCS ആണ്. ഞാൻ വോളിയം കൂട്ടാം, സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കാട്ടോ. ഓൾമോസ്റ്റ് 70-80% വോളിയം ആയിട്ടുണ്ട്. അപ്പം എൻ്റെ മൈക്ക് കൂടി ഉണ്ട്, ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ട്രബിൾ കേൾക്കുന്നുണ്ട്. ട്രബിൾ നല്ല ട്രബിൾ ഉണ്ട്, പക്ഷെ ബാസൊന്നും ഇല്ല കേട്ടോ. അത് വെച്ച് നിങ്ങൾ എടുക്കരുത്. ബാസ് കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ട്രിബിളും അതുപോലെ തന്നെ വോളിയം ക്വാളിറ്റി നല്ലോണം ഉണ്ട് കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് 25 വാട്ടിൻ്റെ ആമസോൺ ബേസിക്കിൻ്റെയും അതുപോലെ തന്നെ ക്രോസ് ബീറ്റ്സിൻ്റെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇത്ര ക്വാളിറ്റി പോരാ. ഇതിനായിട്ടും ഓൾമോസ്റ്റ് പ്രൈസും കൂടുതലാണ്. നമുക്ക് ആമസോൺ ബേസിക്കിൻ്റെ പ്രൈസ് കൂടുതലല്ല, പക്ഷേ ക്രോസ് ബീറ്റ്സിനൊക്കെ പ്രൈസ് കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ അടുത്ത് കൂടെ ഒന്നും വരില്ല, അതിന് വിലയും കൂടുതലാണ്, കാര്യമില്ല. ബാസൊന്നും ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ ബാസൊക്കെ നോക്കിയിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇത് മാത്രമല്ല എന്താ പറയുക ഈ റേറ്റിൽ വരുന്ന ഒറ്റ സൗണ്ട് ബാർ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബാസ് നമുക്ക് ഈ റേഞ്ചിൽ കിട്ടില്ല. പിന്നെ ബാസ് വേണമെങ്കിൽ സബ് വൂഫർ വേണ്ടി വരും, അത് വേറെ കാര്യം. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട. അല്ലാണ്ട് ഓവറോൾ നമുക്ക് ഇതിൽ ഇൻബിൽഡ് മൈക്കും സംഭവം വരുന്നത്. അപ്പോൾ നമുക്ക് കോൾ സെറ്റ് ചെയ്യാൻ അങ്ങനത്തെ സംഭവത്തിനൊക്കെ പറ്റും ചെയ്യും. അപ്പോൾ ഒരു 1500 രൂപയിൽ നിങ്ങളൊരു സൗണ്ട് ബാർ ബ്ലൂടൂത്ത് സൗണ്ട് ബാർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീവിയുടെ എടുക്കാം. മീവിയുടെ നമുക്കൊരു 3000 കൊടുത്ത് കഴിഞ്ഞാൽ 80 വാട്ടിന് കിട്ടും. അപ്പോൾ അതൊക്കെ 2-3 ബ്രാൻഡുകളാണ്. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഇന്റർനാഷണൽ ബ്രാൻഡുകളിലൊന്നും പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ച സാംസങ്ങിൻ്റെ തന്നെ എടുത്താലോന്നാണ് വെച്ചാൽ എൻ്റെ വീട്ടിലത്തെ മെയിൻ TV എന്ന് പറയുന്നത് സാംസങ്ങിനുണ്ട്. സ്മാർട്ട് മോണിറ്ററാണ്, ഇതും സാംസങ്ങിനെയാണ്, മോണിറ്റർ സാംസങ് തന്നെയാണ്. അപ്പോൾ അതിൽ ഞാൻ ആക്ച്വലി അതിൻ്റെ ഒരു ബണ്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. TVയുടെ കൂടെ തന്നെ സാംസങ്ങിൻ്റെ തന്നെ സൗണ്ട് ബാർ. ഞാൻ അതിൻ്റെ മെയിൻ ചാനലിൽ നമ്മുടെ വീഡിയോ കിട്ടുന്നുണ്ടോ, ഓൾമോസ്റ്റ് ഇപ്പോൾ 1.5 കൊല്ലമായി. അത് 240 വാട്ടിൻ്റെ ഒരു സാധനമായിരുന്നു. 240 അങ്ങനെ എന്താണ് അത് കിടലായിട്ട് ഇപ്പോഴും ഒരു സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. അതിൽ നമുക്ക് സൗണ്ട് ബാർ വിത്ത് സബ് വൂഫർ ആയിരുന്നു. അപ്പോൾ സബ് വൂഫർ ഉണ്ടായത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാസ് കിട്ടുള്ളൂ. പക്ഷേ പിന്നെ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ചെറിയ മോഡൽ വേണമെന്ന് നോക്കാവുന്ന സംഭവമാണ് നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഒരു മോഡലുണ്ട്. പക്ഷേ അതിന് 4000-5000 രൂപ റേഞ്ച് വരും കേട്ടോ. ഒരു 100 വാട്ടിൻ്റെ റേഞ്ച് വരും. പക്ഷേ അത്രയും ബാസ് വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് തന്നെ ഓപ്ഷൻ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഇല്ല. സൗണ്ട് ബാർ മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ബാസ് കിട്ടില്ല. അപ്പോൾ ബാസ് കിട്ടാൻ വേണ്ടിയിട്ട് ആരും 3000 രൂപയുടെ സൗണ്ട് ബാർ ഒന്നും മാറ്റി വെക്കേണ്ട, കിട്ടില്ല. അല്ലാത്ത പക്ഷം നല്ലൊരു റെക്കമെൻഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ മൂവി കാണാനോ അങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം മാറ്റി വയ്ക്കാം. നല്ല ഡീൽ തന്നെയാണ്. നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റിയും ക്ലിയർ ആണ്, നല്ല ക്ലിയർ ആണ്, നിങ്ങൾക്ക് നല്ല കിട്ടുന്നതായിരിക്കും. പിന്നെ ആദ്യം നമ്മൾ ഫുൾ വോളിയം ഇട്ടാൽ തന്നെ ഭയങ്കരമായിട്ടൊന്നും നോയ്സ് ഡിസ്റ്റർബൻസ് വരുന്നില്ല. അത് നല്ല എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. നമുക്ക് Type-C പോർട്ട് വരുന്നുണ്ട്, ചാർജ് ചെയ്യാൻ Type-C പോർട്ട് വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ ഞാൻ കാണിച്ചാൽ ഇതിൽ നമുക്ക് കുറേ പോർട്ടുകളുണ്ട്, കണ്ടോ. ഇതിൽ നമുക്ക് Type-C പോർട്ട് ഉണ്ട്, ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്, മൈക്രോ SD. പിന്നെ USB ഓക്സ് പോർട്ട് ഉണ്ട്, USB പോർട്ടും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബട്ടൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെയാണ് ബട്ടൺ വരുന്നത്. നമുക്ക് ഇവിടെയൊക്കെ മെറ്റൽ ഫിനിഷാണ് വരുന്നത്.
ഇത് ഫുൾ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ABS. ബിൽ ക്വാളിറ്റി നല്ല ബിൽ ക്വാളിറ്റി വരുന്നുണ്ട്. നമുക്ക് ഇവിടെയും ലൈറ്റ് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്ലൂടൂത്ത് സൗണ്ട് ബാർ അണ്ടർ 1500 തന്നെ വേണമെങ്കിൽ എടുത്ത് പറയാം. അതിന് ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ 1500 എന്ന് പറഞ്ഞത്. ഞാൻ വാങ്ങിച്ച 1200 സംതിങ് റേഞ്ച് വന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ചിലപ്പോൾ 1700 ആവാറുണ്ട്, അത് വേറെ കാര്യം. നിങ്ങൾക്ക് എന്തായാലും 6-ാം തീയതി തൊട്ട് നമ്മുടെ ആമസോണിൻ്റെ സെയിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നമ്മുടെ മെയിൻ 2 ചാനൽസ് മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ.